നമുക്കിന്ന് ടേസ്റ്റി ആൻഡ് സ്പെഷ്യലായിട്ടുള്ള രസക്കാളൻ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ രസക്കാളന് ഞാൻ ആദ്യമായി എടുത്തിരിക്കുന്നത് ഒരു കഷ്ണം കുമ്പളങ്ങയും ഒരു കഷ്ണം മത്തങ്ങയുമാണ്. അപ്പോൾ മത്തനും കുമ്പളവും നല്ലോണം അരിഞ്ഞു വെക്കുക. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി വേണ്ടത് അര ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ ആവശ്യത്തിനൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വേവിക്കുക. അപ്പോൾ ഇനി വേണ്ടത് വറുത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ കടലപ്പരിപ്പ്, ഒരു സ്പൂൺ പച്ചരി, കുറച്ച് ഉലുവ, 2 കായമുളക്, പിന്നെ ഒരു കഷ്ണം കായം. ഇതൊക്കെയാണ് ഒന്ന് വറുത്തെടുക്കേണ്ടത്. ഇതൊക്കെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. ലോ ഫ്ലെയിം ആക്കിയിട്ട് വെച്ചിട്ട് വേണം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുന്ന നേരത്ത് ഇത് വറുത്തതിന് ശേഷം ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി അരപ്പിന് വേണ്ടത് ആവശ്യമായിട്ടുള്ളത് അരമുറി തേങ്ങയാണ്. അതിൽ ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി 15 മിനിറ്റിന് ശേഷം നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ കഷ്ണങ്ങളെല്ലാം. അപ്പോൾ മൂടി വെച്ചതിന് ശേഷം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് യോജിപ്പിക്കണം. അപ്പോൾ അരപ്പ് തയ്യാറായിട്ടുണ്ട്. നേരത്തെ വറുത്ത് മാറ്റി വെച്ചത് തണിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതും കൂടെ രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് അരച്ചിട്ട് അതിൽ കുറച്ച് വെള്ളവും പാർന്നിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് യോജിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം വെല്ലമാണ് വേണ്ടത്. അപ്പോൾ ഈ വെല്ലവും കൂടെ ചേർത്ത് അരപ്പും കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഇനി തിളപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1.5 കപ്പ് തൈര് ചേർക്കണം. പിന്നെ താളിപ്പാണ് വേണ്ടത്. താളിപ്പിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക്, പിന്നെ 2 കായമുളക്, പിന്നെ കുറച്ച് ഉലുവ, ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് താളിക്കുക. ഇതും കൂടി ഒന്ന് ചേർത്തിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസകാളൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്ക് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. പിന്നെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.